പോരാ, ശക്തിയോടെ ഒരിക്കൽ കൂടി നമുക്ക് പറയാം ഹല്ലേലൂയ. നമ്മുടെ ക്യാമ്പിൻ്റെ ലാസ്റ്റ് ഡേ നമ്മൾ കടന്നു വന്നിരിക്കുകയാണ്. അപ്പം തുടർന്നുള്ള അല്പസമയം നമുക്ക് വളരെ അനുഗ്രഹീതമായ ക്ലാസ്സുകൾ നമുക്ക് ലഭിക്കാനിടയായി തീർന്നു. നല്ല നല്ല മ്യൂസിക് സെഷനുകൾ നമുക്കുണ്ടായിരുന്നു. ഈ ക്യാമ്പ് നമ്മുടെ ജീവിതത്തിൽ ഒത്തിരി അനുഗ്രഹമായിരുന്നു ഞാൻ വിശ്വസിക്കുന്നു. തുടർന്നുള്ള എനിക്കും കുറച്ച് സമയം തന്നിട്ടുണ്ട്. അപ്പം നമുക്ക് ആ സമയം നമുക്കും പാട്ടുകളൊക്കെ പാടി കർത്താവിനെ മഹത്വപ്പെടുത്താം. എനിക്കറിയാം ഇതിനകത്ത് വന്നിരിക്കുന്നവരെല്ലാം ചെറുപ്പക്കാരായിട്ടുള്ള കുഞ്ഞുങ്ങളാണ് വന്നിരിക്കുന്നതെന്ന് എനിക്കറിയാം. ഓക്കെ ഞാനിപ്പം നിങ്ങൾക്ക് 1 മുതൽ 10 വരെ എണ്ണാൻ അറിയാവോ? 1 മുതൽ 10 വരെ എണ്ണാൻ അറിയാവോ? എല്ലാവർക്കും അറിയാമല്ലോ അല്ലേ? ആൻറ്റിക്കും അറിയാമല്ലോ അല്ലേ? എല്ലാവർക്കും അറിയാം. ഓക്കെ, അപ്പം ഈ 1 മുതൽ 10 വരെയുള്ള നമ്പറിനകത്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള നമ്പർ തിരഞ്ഞെടുക്കാം. ഇഷ്ടമുള്ള നമ്പർ തിരഞ്ഞെടുക്കാം എന്ന് പറഞ്ഞ് നമ്പർ ചോദിക്കുമ്പോൾ 13 ഒന്നും പറഞ്ഞ് കളയല്ലേ. ഓക്കെ, 1 മുതൽ 10 വരെയുള്ള നമ്പറിനകത്ത് ഇഷ്ടമുള്ള നമ്പർ തിരഞ്ഞെടുക്കാം. ഓക്കെ, ഞാൻ ഇനി നിങ്ങളോട് ഓരോരുത്തരായോടും ഞാൻ ഇടയ്ക്കൊന്ന് ചോദിക്കും. നിങ്ങളപ്പം കറക്റ്റ് പറയണം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നമ്പർ ഏതാണെന്ന് ചോദിക്കും. ഓക്കെ, ആൻറ്റിയോട് തന്നെ ചോദിക്കുന്നു. ആൻറ്റിക്ക് ഇഷ്ടപ്പെട്ട നമ്പർ ഏതാ? ആൻറ്റിക്ക് ഇഷ്ടപ്പെട്ട നമ്പർ 4 ആണ്. നല്ലൊരു കയ്യടി കൊടുത്തേ ആൻറ്റിക്ക്, നല്ലൊരു കയ്യടി കൊടുത്തേ. കയ്യടി കൊടുക്കാൻ ആൻറ്റിക്ക് നല്ലൊരു കയ്യടി കൊടുക്കേ. ഓക്കെ, നിനക്ക് ഇഷ്ടപ്പെട്ട നമ്പർ ഏതാ? 10. അവന് 10. നല്ലൊരു കയ്യടി കൊടുക്കുക അവന്, നല്ലൊരു കയ്യടി. അങ്കിളെ കണ്ണാടി വെച്ച് അങ്കിളിന് ഇഷ്ടപ്പെട്ട നമ്പർ ഏതാ? 3 കണ്ടോ? അങ്കിള് തലയൊക്കെ ആയിട്ട് എനിക്ക് 3 ആണെന്ന്. നല്ലൊരു കയ്യടി കൊടുത്തേ അങ്കിള്, നല്ലൊരു കയ്യടി കൊടുക്കാം. അപ്പം നമുക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ട പല പല നമ്പറുകളുണ്ടല്ലേ. ഞാൻ റെഡി 1 2 3 സ്റ്റാർട്ട് പറയുമ്പോൾ നിങ്ങൾ ആ നമ്പർ ഒന്ന് പറയാമോ? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നമ്പർ ഏതാന്ന്? റെഡി 1 2 3 സ്റ്റാർട്ട്. സ്റ്റാർട്ട് പറഞ്ഞിട്ടേ പറയാവോ? ഓക്കെ, ഒന്നുകൂടെ പറയാം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നമ്പറുകൾ ഏതാന്ന്? ചിലരൊക്കെ മിണ്ടാതിരിപ്പുണ്ട്. അപ്പം നമ്മൾ ഒന്നിച്ച് ഞാൻ ചോദിക്കുമ്പോൾ പറയണം. റെഡി 1 2 3 സ്റ്റാർട്ട്. മൂങ്ങേന്നൊന്നും പറയല്ലേ അവിടെ. ഓക്കെ. അപ്പം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇനിയും ഇതിനകത്തിരിക്കുന്ന വ്യക്തികൾക്കെല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നമ്പറുകൾ പറഞ്ഞല്ലോ. ചിലർ 4 പറഞ്ഞു, ചിലർ 3 പറഞ്ഞു, ചിലർ 10 പറഞ്ഞു. അതുകൊണ്ട് ആങ്കിളൊക്കെ 3 എന്നാണ് പറഞ്ഞത്. ഇനി നിങ്ങളുടെ പ്രായം അതാ കേട്ടോ. കുറച്ച് സമയത്തേക്ക് നിങ്ങളുടെ പ്രായം എത്രയാണ്? അങ്കിളുടെ പ്രായം എത്ര? നല്ലൊരു കൈയ്യടി കൊടുത്തേ. 3 വയസ്സുള്ള അങ്കിളിനൊരു, അങ്കിളിനല്ല കുഞ്ഞിനൊരു കൈയ്യടി കൊടുത്തേ. 4 വയസ്സുള്ള ഈ മോക്കൊരു നല്ലൊരു കൈയ്യടി കൊടുത്തേ. ഓക്കെ കൂട്ടുകാരെ, തുടർന്നുള്ള സമയങ്ങൾ നമുക്ക് അല്പസമയം നമുക്ക് കർത്താവിനെ ആരാധിക്കാം. എല്ലാ കൂട്ടുകാരും അപ്പം നമുക്ക് ഒന്നിച്ച് അല്പസമയം കർത്താവിനെ നമുക്ക് സ്തുതിക്കാം. ഓക്കെ, ഞാൻ നിങ്ങൾ അടുത്തിരിക്കും മക്കളെ. ഇത് കഴിയുമ്പോഴത്തേന് ഓക്കെ, നമുക്കിപ്പോൾ ഇത് കഴിയുമ്പോഴത്തേക്കിനും നിങ്ങൾക്ക് നല്ല വില കൂടിയ സമ്മാനങ്ങളൊക്കെ നിങ്ങളുടെ അങ്കിൾമാർ നിങ്ങൾക്ക് തരുന്നുണ്ട്. ഓക്കെ, തന്നില്ല, ചോദിച്ച് മേടിച്ചോണ്ട് വേണം പോകാൻ. ഓക്കെ, നിങ്ങൾ അടുത്തിരിക്കുന്നവരെ ഒന്ന് നോക്കിയേ. അടുത്ത വ്യക്തികൾ ഇരിപ്പുണ്ടോ നോക്കിയേ. ഓക്കെ, നിങ്ങളൊന്ന് കൗണ്ട് ചെയ്യാൻ പോവാണേ. 1 2 1 2 1 1 2 1 2 എന്നൊന്ന് കൗണ്ട് ചെയ്തേ. നിങ്ങൾ അടുത്തിരിക്കുന്ന 1 2 1 2 നോക്കിയേ. അപ്പം തീരുമാനമായല്ലോ. നീ 1 ഞാൻ 2 അങ്ങോട്ട് ആൻറ്റി പറഞ്ഞല്ലോ അല്ലേ? 1 2. ഇനി 1 മാത്രം ഒന്ന് കൈവക്കിയേ. 1 മാത്രം ഒന്ന് കൈവക്കിയേ. 1 മാത്രം. കൂട്ടുകാരെ നിങ്ങൾക്ക് മനസ്സിലായോ? 1 2 1 2 എന്ന് കൗണ്ട് ചെയ്തിട്ട് 1 മാത്രം കൈവക്കിക്കുക. 1 മാത്രം കൈവക്കിക്കുക. ഓക്കെ, ഈ 1 ഞാൻ പറയാനുള്ളൊരു കാര്യം, ഞാൻ അടുത്തത് റെഡി 1 2 3 സ്റ്റാർട്ട് പറയുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ചിരിക്കാൻ അറിയാമോ? ചിരിക്കാൻ അറിയോ? എങ്ങനെയാ ചിരിക്കുന്നേ? വേണ്ട, അവന് ചിരിക്കുന്നു. അങ്ങനെയല്ല, നിനക്ക് ചിരിക്കാൻ ഒന്ന് അട്ടഹസിച്ച് ചിരിച്ചേ. 1 മാത്രം അട്ടഹസിച്ച് ചിരിക്കാവോ? ഓക്കെ, ഇനി 2 അവരൊന്ന് കൈവക്കിക്കുക. 2 ഒന്ന് കൈവക്കിക്കുക. 2 നിങ്ങൾക്ക് കരയാൻ അറിയാവോ? ഒന്ന് വാ വിട്ടൊന്ന് കരയാവോ? ഒന്ന് കരഞ്ഞ് കാണിച്ചേ. അങ്ങനെയാണോ കരയുന്നേ? ചിലതൊക്കെ നമുക്ക് ശ്വാസം മുട്ടി നമ്മൾ കരയത്തില്ല. ഇപ്പം പൊട്ടിപ്പോന്നുള്ളൂ. ഒന്ന് കരഞ്ഞേ ഒന്ന്. ഞങ്ങൾ ദൈവസന്നിധിയിൽ മാത്രമേ കരയാറുള്ളൂ അല്ലേ? ഓക്കെ, നമുക്കിപ്പോൾ ചെയ്യാൻ പോകുന്നൊരു കാര്യം, നിങ്ങൾ 1 2 ഫേസ് നോക്കി, അങ്ങോട്ടും ഇങ്ങോട്ടും ഫേസ് നോക്കിയല്ലോ. ഞാൻ അടുത്ത റെഡി 1 2 3 സ്റ്റാർട്ട് പറയുമ്പോൾ
ഈ 1കാരൻ ചിരിച്ചോണം, 2കാരൻ കരഞ്ഞോണം. ഓക്കെ, നമുക്കൊന്ന് തുടങ്ങാം. റെഡി, 1 2 3 സ്റ്റാർട്ട്. അയ്യോ, അവൻ ആരും ഇല്ലാതെ തന്നെ ഇരുന്ന് കരയുന്നു. ആർക്ക് വേണമെങ്കിലും കരയാം. ഇതിലേക്ക് എല്ലാവർക്കും സ്വാഗതമുണ്ട്. ഞങ്ങൾക്ക് ഇതിൽ പ്രായം ഒരു പരിധിയല്ല. ഇതിനകത്ത് ഇരിക്കുന്നവർ 1 മുതൽ 10 വയസ്സ് വരെയുള്ള കുട്ടികൾ മാത്രമാണ്. ഒരിക്കൽ കൂടി റെഡി, 1 2 3 സ്റ്റാർട്ട്. ഓക്കെ, ദൈവം നമ്മളെ സഹായിക്കുമാറാകട്ടെ. ജീവിതത്തിൽ ദൈവം നമ്മുടെ ഈ ഒരു ക്യാമ്പിന് കടന്നു വരുവാൻ ദൈവം ഇടയാക്കി. നന്ദിയുള്ള ഹൃദയത്തോടെ കർത്താവിനെ സ്തുതിക്കുന്നു. അനുഗ്രഹീതരായ കൂട്ടുകാരെ കാണുവാൻ അല്ലേ, എത്ര മനോഹരമാണല്ലേ നമ്മളെയൊക്കെ കാണാൻ അല്ലേ. അന്ന് വ്യക്തി സ്വയമായിട്ടൊന്ന് പറഞ്ഞേ, ദൈവം എത്ര മനോഹരമായിട്ടാണ് സൃഷ്ടിച്ചേക്കുന്നത്. അനുഗ്രഹീതരായ ഒത്തിരി കൂട്ടുകാരെ ദൈവം നമ്മുടെ ജീവിതത്തിൽ തന്നു. അടുത്തിരിക്കുന്നവരുടെ മുഖത്തോട്ടൊക്കെ നോക്കിയേ അല്ലേ, നീ എത്ര സന്തോഷമാണെന്ന് ചോദിച്ചു. നീ ഇങ്ങനെ ഇരിക്കാമെന്ന് പറ, സന്തോഷിച്ചിരിക്കാൻ പറ. ഓക്കെ കൂട്ടുകാരെ, നമുക്കിതൊക്കെ ദൈവം തന്ന എന്തിനാണെന്നറിയാവോ? നമുക്ക് നല്ല സൗന്ദര്യം തന്ന എന്തിനാ? എൻ്റെ ഈ സൗന്ദര്യം എന്തിനാ തന്നേ? എന്നെ കാണാൻ നല്ല സൗന്ദര്യമില്ലേ? എന്തിനാ തന്നേ? അടുത്തത്, നമുക്ക് നല്ല കഴിവുകൾ ദൈവം തന്നിട്ടുണ്ട്. ഈ കഴിവൊക്കെ എന്തിനാ തന്നത്? ഉപയോഗിക്കാൻ. യെസ്, കറക്റ്റ് ആൻസർ. അപ്പം നമുക്ക് നമുക്ക് നല്ല നല്ല കഴിവുകൾ തന്നു, നല്ല സൗന്ദര്യം തന്നു, നല്ല ഡ്രസ്സുകളൊക്കെ തന്നു, നമുക്ക് ജീവിക്കാൻ പല കാര്യങ്ങൾ തന്നു. ഇതെല്ലാം തന്നത് എന്തിനാ? ഷോ കാണിച്ചുകൊണ്ട് നടക്കാനാണോ? ആണോ? എനിക്ക് തന്നതെല്ലാം ഇതെൻ്റെ ദൈവത്തെ ആരാധിക്കാനാണ്. നമുക്ക് ഈ ലോകത്തിൽ എന്തെല്ലാം തന്നിട്ടുണ്ടോ, ഇവർ നമ്മളിട്ടിരിക്കുന്ന ഡ്രസ്സ് പോലും നമുക്ക് തന്നത് ഇതിട്ടുകൊണ്ട് നമ്മൾ ഞെളിഞ്ഞ് നടക്കാനല്ല. നടക്കുന്നതിന് മാത്രമല്ല, പക്ഷെ അതിലൂടെ നമ്മൾ ദൈവത്തെ ആരാധിക്കണം. അതിലൂടെ ദൈവത്തെ, പാട്ടുകാരൻ ഇങ്ങനെ പറയുന്നുണ്ട്, ദൈവം തന്നു എല്ലാം ദൈവത്തെ ആരാധിപ്പാ, ദൈവം ഉയർത്തി നമ്മെ ദൈവത്തെ ആരാധിപ്പാൻ. ഒന്നുറക്കെ പാടുമോ? ദൈവം തന്നു എല്ലാം ദൈവത്തെ ആരാധിപ്പാൻ, ദൈവം ഉയർത്തി നമ്മെ ദൈവത്തെ ആരാധിപ്പാൻ. അതിങ്ങനാണോ നമ്മൾ ആരാധിക്കേണ്ടത്? അതിന് അനുഗ്രഹീതരായ നല്ല മ്യൂസീഷ്യൻസിൻ്റെ ദൈവം നമുക്ക് തന്നിട്ടുണ്ട്. താളമേളത്തോടെ. കൈ തന്നിട്ടില്ലേ? നമുക്ക് കൈ തന്നിട്ടില്ലേ? അത് പോക്കറ്റ് ഇട്ടുകൊണ്ടിരിക്കാനാണോ? പിന്നെ കൈ അടിച്ച് പാടാൻ വേണ്ടിയാണ്. ഓക്കെ, നമുക്കൊന്നൊന്ന് പാടി നോക്കാം ആ പാട്ടിൻ്റെ വരികൾ. അച്ഛന്മാരെ നമുക്ക് പോവാം. ഓക്കെ, ദൈവം തന്നു എല്ലാം ദൈവത്തെ ആരാധിപ്പാൻ, ദൈവം ഉയർത്തി നമ്മെ ദൈവത്തെ ആരാധിക്കാം. 3 4 ദൈവം തന്നു എല്ലാം ദൈവത്തെ ആരാധിപ്പാൻ, ദൈവം ഉയർത്തി നമ്മെ ദൈവത്തെ ആരാധിപ്പാൻ. താളമേളത്തോടെ വാദ്യഘോഷത്തോടെ ആടി പാടി നമ്മൾ ദൈവത്തെ ആരാധിക്കാം. താളമേളത്തോടെ വാദ്യഘോഷത്തോടെ ആടി പാടി നമ്മൾ ദൈവത്തെ ആരാധിക്കാം. നല്ലൊരു കൈഡി അച്ഛന്മാർക്ക് കൊടുക്കാം. പൂർണ്ണ ശക്തിയോടെ ദൈവത്തെ ആരാധിക്കാം,
ആർപ്പിൻ ഘോഷത്തോടെ ദൈവത്തെ ആരാധിക്കാം. പൂർണ്ണ ശക്തിയോടെ ദൈവത്തെ ആരാധിക്കാം. ആർപ്പിൻ ഘോഷത്തോടെ ദൈവത്തെ താളമേളം താളമേളത്തോടെ വാദ്യഘോഷത്തോടെ ആടിപ്പാടി നമ്മൾ ദൈവത്തെ ആരാധിക്കാം. താളമേളത്തോടെ വാദ്യഘോഷത്തോടെ ആടിപ്പാടി നമ്മൾ ദൈവത്തെ ആരാധിക്കാം. പാട്ടെല്ലാവർക്കും അറിയാവുന്ന പാട്ടല്ലേ? ഓക്കെ, നമ്മൾ എന്തുവാ പാടിയത്? താളമേളത്തോടെ വാദ്യഘോഷത്തോടെ ആടിപ്പാടി നമ്മൾ ദൈവത്തെ ആരാധിക്കാം. ആടിപ്പാടി ദൈവത്തെ ആരാധിക്കാം എന്ന് പറയുമ്പോൾ നിങ്ങൾ ഇങ്ങനെ ഇരുന്നാണോ ആരാധിക്കുന്നത്? അന്നൊന്ന് എളുപ്പമൊന്ന് എഴുന്നേറ്റേ, എല്ലാവരും ഒന്ന് എളുപ്പമൊന്ന് എഴുന്നേറ്റേ. നമുക്ക് നല്ല താളത്തിൽ നമുക്ക് പോകാമേ. നമുക്ക് നല്ല താളം ആരും തെറ്റിക്കല്ലേ, ഇടയ്ക്ക് കയറി പടോ 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 ഒന്ന് അടിക്കല്ലേ. ഓക്കെ, നമുക്കിപ്പോൾ താളത്തിൽ പോകാം. ഇങ്ങനെയാണ് താളത്തിൽ പോകണ്ടേ. ഈ രണ്ട് കൈ മുകളിലോട്ട് ഉയർത്തിക്ക്, രണ്ട് കൈയും. എല്ലാ കൂട്ടുകാരും ദൈവം ആരാധിക്കാം. ദൈവം ഉയർത്തി നമ്മെ ദൈവത്തെ എത്രത്തോളം ഉയർത്തി അത്രത്തോളം ദൈവം തന്നു എല്ലാം ദൈവത്തെ ആരാധിക്കാം. ദൈവത്തെ ആരാധിക്കാം. അത്ര മനസ്സിലായല്ലോ. അടുത്തിരിക്കുന്നവരെ തോളത്തോട്ടൊക്കെ ഒന്ന് കൈ വെക്കുക. ഒന്ന് തോളത്ത് കൊട്ടാനല്ല, തോളത്ത് ഇങ്ങനെ പിടിക്കാൻ. എല്ലാവരും സിമ്പിൾ ആക്ഷനാണേ. സിമ്പിൾ, നമുക്ക് പഠിക്കാൻ പറ്റിയ സിമ്പിൾ. അച്ചാ ഒന്ന് കോഡ് പിടിക്കോ. താളമേളത്തോടെ വാദ്യഘോഷത്തോടെ ആടി ദൈവത്തെ ആരാധിക്കാം. ആന്റിക്ക് കൂട്ടുകാരെ കിട്ടിയില്ലെന്ന് തോന്നുന്നു. ആരും കൂട്ടുകാരില്ല നിൽക്കില്ല. ആന്റി ആരേലും ഒന്ന് തോളത്ത് കൈയിട്. ആന്റിയുടെ തോളത്ത് ആരെങ്കിലും ഒക്കെ താണ്ട പുറകിൽ നിൽക്കുന്നവരുടെ തോളത്ത് ആരെങ്കിലും ഒക്കെ ഒന്ന് കൈയിട്. താണ്ട ഇരിക്കുന്ന അച്ചച്ചന്മാർക്കൊക്കെ. കൊച്ചു കുഞ്ഞുങ്ങളൊക്കെ ഫ്രണ്ടിലോട്ട് വന്നാൽ നിങ്ങളുടെ അളവിനുള്ള ആൾക്കാരെ നിങ്ങൾക്ക് കിട്ടും. അല്ലെ നിങ്ങൾക്ക് തോളത്ത് കൈയിടാൻ പറ്റത്തില്ല. ഓക്കെ നമുക്കൊന്ന് പോയാലോ? ഓക്കെ ചാ, താളത്തിന് ദൈവം തന്നല്ല, ദൈവത്തെ എത്രത്തോളം ഉയർത്താം അത്രത്തോളം. ദൈവം ഉയർത്തി നമ്മെ ദൈവത്തെ താളമേളത്തോടെ വാദ്യഘോഷത്തോടെ ആടിപ്പാടി നമ്മൾ ദൈവത്തെ ആരാധിക്കാം. താളമേളത്തോടെ വാദ്യഘോഷത്തോടെ ആടിപ്പാടി നമ്മൾ ദൈവത്തെ ആരാധിക്കാം. പൂർണ്ണ ശക്തിയോടെ ഘോഷത്തോടെ ദൈവത്തെ ആരാധിക്കാം. പൂർണ്ണ ശക്തിയോടെ ദൈവത്തെ ആരാധിക്കാം. ദൈവത്തെ
ദൈവത്തെ താളമേളത്തോടെ വാദ്യാഘോഷത്തോടെ ആടി പാടി നമ്മൾ ദൈവത്തെ ആരാധിക്കാം. താളമേളത്തോടെ വാദ്യാഘോഷത്തോടെ ആടി പാടി നമ്മൾ ദൈവത്തെ ആരാധിക്കാം. സത്യത്തിലും ആത്മാവിലും ഓ സ്തോത്രത്തോടും സ്തുതികളോടും ദൈവത്തെ ആരാധിക്കാം. സത്യത്തിലും ദൈവത്തെ ആരാധിക്കാം. സ്തോത്രത്തോടും സ്തുതികളോടും ദൈവത്തെ താളമേളത്തോടെ വാദ്യാഘോഷത്തോടെ ആടി പാടി നമ്മൾ ദൈവത്തെ ആരാധിക്കാം. താളമേളത്തോടെ വാദ്യാഘോഷത്തോടെ ആടി പാടി നമ്മൾ ദൈവത്തെ ആരാധിക്കാം. കഴിഞ്ഞില്ല നമുക്ക് തോളെ കൈയിട്ട് ആക്ഷൻ കളിക്കാൻ ബുദ്ധിമുട്ടുള്ളവർ ഫ്രീ ആയിട്ട് നിന്ന് ആക്ഷൻ കളിച്ചു. പുതുതായിട്ട് പിന്നെയും വന്നവരോട് പറയാനുള്ളൊരു കാര്യം, ഇതിനകത്ത് നിൽക്കുന്നവരെല്ലാവരും 1 മുതൽ എത്ര വയസ്സ് വരെയാ? 10 വയസ്സ് വരെയുള്ള ആൾക്കാരാണ്. നിങ്ങൾ ഒരിക്കലും ബലം പിടിച്ച് നിൽക്കരുത്. കൈ ഉയർത്തുമ്പോൾ എത്രത്തോളം ഉയർത്താമോ, അങ്കിൾമാർക്ക് കൊച്ചു പിള്ളേർ തല വെളുത്ത നിറമുള്ള ആർക്കെങ്കിലും കൂട്ടുകാരെ കിട്ടിയിട്ടില്ലെങ്കിൽ അവിടുന്ന് കൂട്ടുകാരെ എടുത്തേക്കുക. ആൻറ്റിമാർ സ്കാഫ് ഇട്ട് ആൻറ്റിക്ക് കൂട്ടുകാരിയെ കിട്ടിയില്ലെങ്കിൽ അടുത്ത് കിട്ടി. അങ്ങനെയെങ്കിൽ നമ്മൾ ഒന്നിച്ച് ഒരിക്കൽ കൂടി ചെയ്യാൻ പോകുന്നു. ഫ്രണ്ടിലോട്ട് വരേണ്ടവർക്ക് ഫ്രണ്ടിലോട്ട് വരാം. അച്ഛന്മാരെ കൂട്ടുകാരെ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഫ്രണ്ടിൽ വന്ന് നിന്ന് ആക്ഷൻ കളിക്കണമെങ്കിൽ പൂർണ്ണ സ്വാതന്ത്ര്യം നിങ്ങൾക്ക് തരും. നമുക്ക് ഒരിക്കൽ കൂടെ പോയാലോ? ആർക്കെങ്കിലും ഒക്കെ വരുന്നെങ്കിൽ വരാം കേട്ടോ. നല്ലൊരു കൈയ്യടി കൊടുത്ത് അവർ മുമ്പോട്ട് കടന്നു വരും. നല്ലൊരു കൈയ്യടി കൊടുക്കാം. ചേർന്ന് എല്ലാവരും ചേർന്ന് വാ. ഒന്ന് ദേഹമൊക്കെ അനങ്ങി പാടാം. ദൈവം തന്നുയെല്ലാം ദൈവത്തെ ആരാധിപ്പാൻ, ദൈവം ഉയർത്തി നമ്മെ ദൈവത്തെ ആരാധിപ്പാൻ. ദൈവം തന്നുയെല്ലാം ദൈവത്തെ ആരാധിപ്പാൻ, ദൈവം ഉയർത്തി നമ്മെ ദൈവത്തെ താളമേളത്തോടെ വാദ്യാഘോഷത്തോടെ ആടി പാടി നമ്മൾ ദൈവത്തെ താളമേളത്തോടെ വാദ്യാഘോഷത്തോടെ ആടി പാടി നമ്മൾ ദൈവത്തെ ആരാധിക്കാം. പൂർണ്ണ ശക്തിയോടെ ദൈവത്തെ ആരാധിക്കാം. ആർപ്പിൻ ഘോഷത്തോടെ ദൈവത്തെ പൂർണ്ണ ശക്തിയോടെ ദൈവത്തെ ആരാധിക്കാം. ആർപ്പിൻ ഘോഷത്തോടെ ദൈവത്തെ 1 2 3 4 താളമേള വാദ്യാഘോഷത്തോടെ ആടി പാടി നമ്മൾ ദൈവത്തെ ആരാധിക്കാമേള. പാടി നമ്മൾ ദൈവത്തെ ആരാധി. സത്യത്തിലും ആത്മാവിലും ദൈവത്തെ ആരാധിക്കാം. സ്തോത്രത്തോടും സ്തുതികളോടും ദൈവത്തെ ആരാധിക്കാം. സത്യത്തിലും ആത്മാവിലും
നാവിലും ദൈവത്തെ ആരാധിക്കാം. സ്തോത്രത്തോടും സ്തുതികളോടും ദൈവത്തെ ആരാധിക്കാം. താളമേളത്തോടെ വാദ്യാഘോഷത്തോടെ ആടി പാടി നമ്മൾ ദൈവത്തെ ആരാധിക്കാം. താളമേളത്തോടെ വാദ്യാഘോഷത്തോടെ ആടി പാടി നമ്മൾ ദൈവത്തെ ആരാധിക്കാം. അഭിഷേകത്തിൻ ശക്തിയോടെ ദൈവത്തെ, രക്ഷയുടെ സന്തോഷത്തോടെ ദൈവത്തെ ആരാധിക്കാം. അഭിഷേകത്തിൻ ശക്തിയോടെ ദൈവത്തെ ആരാധിക്കാം. രക്ഷയുടെ സന്തോഷത്തോടെ ദൈവത്തെ ആരാധിക്കാം. താളമേളത്തോടെ വാദ്യാഘോഷത്തോടെ ആടി പാടി നമ്മൾ ദൈവത്തെ ആരാധിക്കാം. താളമേളത്തോടെ വാദ്യാഘോഷത്തോടെ ആടി പാടി നമ്മൾ ദൈവത്തെ താളമേളത്തോടെ വാദ്യാഘോഷത്തോടെ ആടി പാടി നമ്മൾ ദൈവത്തെ താളമേളത്തോടെ വാദ്യാഘോഷത്തോടെ ആടി പാടി നമ്മൾ ദൈവത്തെ താളമേളം താളമേളത്തോടെ വാദ്യാഘോഷത്തോടെ ആടി പാടി നമ്മൾ ദൈവത്തെ ആരാധിക്കാളമേളം താളമേളത്തോടെ വാദ്യാഘോഷത്തോടെ ആടി പാടി നമ്മൾ ദൈവത്തെ ആരാധിക്കാം. ആ കസേരയെല്ലാം നേരെ ഇട്ടിട്ടിരിക്കണേ എല്ലാവരും. പ്രൈസ് ദി ലോർഡ്. ദൈവം നമ്മളെ ദൈവം നമ്മളെ സഹായിക്കുമാറാകട്ടെ. നമുക്ക് എത്രത്തോളം ദൈവത്തെ പാടി സ്തുതിക്കുവാൻ, തുള്ളിച്ചാടി ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ നിങ്ങൾക്കൊക്കെ സന്തോഷമായില്ലേ? കൂട്ടുകാരെ, നമ്മുടെ ഉള്ളിൽ നിന്ന് വരുന്ന സന്തോഷത്തോട് അല്ല ബലം പിടിച്ചിരുന്നൊന്നും അല്ല. നമുക്ക് എങ്ങനെയും കർത്താവിനെ സ്തുതിക്കാം. എത്രത്തോളം നമുക്ക് പറഞ്ഞ പോലെ ദൈവം നമ്മുടെ ജീവിതത്തിൽ തന്ന കഴിവുകളൊക്കെ ഓർത്ത് ദൈവം എന്തെല്ലാം ജീവിതത്തിൽ തന്നിട്ടുണ്ടോ ഇതെല്ലാം തന്നേക്കുന്നത് നമ്മുടെ ദൈവത്തെ ആരാധിക്കാനാണ്. പക്ഷെ നമ്മൾ പലപ്പോഴും മടി കാണിച്ചും പിരിമുറുക്കിയും പലപ്പോഴും നമ്മൾ ബലം പിടിച്ചുമൊക്കെ നമ്മൾ ഇരിക്കാറുണ്ട്. ഓക്കെ, തുടർന്നുള്ള സമയങ്ങളും നമ്മൾ അല്പസമയം കർത്താവിനെ സ്തുതിക്കാനും ചില കാര്യങ്ങളൊക്കെ കേൾക്കാൻ പോവുകയാണ്. ഓക്കെ, നമ്മുടെ പ്രായം എത്രയാണ്? 1 മുതൽ 10 വയസ്സ് വരെ ഇടയുള്ള ആൾക്കാരാണ് ഇതിനകത്തിരിക്കുന്നത്. ഉണ്ട്, പാസ്റ്റങ്ങളിലെ ചിരി കണ്ടോ? ചിരിച്ചുകൊണ്ട് പോകുന്നു പാസ്റ്റങ്ങൾ. ഓക്കെ, എത്ര വയസ്സാണ് നമുക്കുള്ളത്? ഓക്കെ, പക്ഷേ നമുക്ക് ഇതിനകത്തുള്ളവരെല്ലാം 1 വയസ്സിന് 10 വയസ്സിന് ഇടയുള്ളവരാണ്. ചിലരുടെയൊക്കെ തലയ്ക്ക് ചെറിയ ചെറിയ നിറം വന്നിട്ടുണ്ടെന്നേ ഉള്ളൂ. വേറെ ഒരു പ്രശ്നമില്ല. ഞങ്ങളെല്ലാവരും വളരെ സന്തോഷം, ഹാപ്പി ആയിട്ട് നീട്ടിയിരിക്കുന്നത്. നല്ലൊരു കൈയടി കൊടുക്കാം, എല്ലാവർക്കും നല്ലൊരു കൈ കൊടുക്കാം. ഓക്കെ, അപ്പം കൂട്ടുകാരെ, നിങ്ങളോട് പറയാനുള്ള ഒരു കാര്യം, നമുക്കെല്ലാവർക്കും കൂട്ടുകാരുണ്ടല്ലേ? നമുക്കെല്ലാവർക്കും. നിന്റെ കൂട്ടുകാരൻ ഏതാ?
ആ ഞാൻ തന്നെ അല്ലേ? ആലോചിക്കൂ ഏതാ കൂട്ടുകാരൻ പറയുമ്പോൾ അങ്ങ് വിളിച്ചു പറയാം. ഓക്കെ, നമുക്ക് എല്ലാവർക്കും കൂട്ടുകാരില്ലേ? നമ്മൾ നമ്മുടെ വീട്ടിൽ പറയുന്നതിനേക്കാളും കൂടുതൽ കാര്യങ്ങൾ നമ്മൾ അവരോട് ഷെയർ ചെയ്യാറുണ്ട് അല്ലേ? ഷെയർ ചെയ്യാറില്ലേ? നമ്മൾ ഷെയർ ചെയ്യാറുണ്ട്. നമ്മുടെ പേരൻസിനോട് പറയാൻ മടിക്കുന്ന പല കാര്യങ്ങളും അവരോട് നമ്മൾ ഷെയർ ചെയ്യാറുണ്ട്. പക്ഷെ ഞാൻ ചോദിക്കുന്ന ഒരു കാര്യം, നമ്മുടെ ഏതെങ്കിലും ചീത്ത സ്വഭാവം നമ്മൾ അവരുമായിട്ട് ഷെയർ ചെയ്യാറുണ്ടോ? ഷെയർ ചെയ്യാറുണ്ടോ? അതെ എടാ, എനിക്ക് കഴിഞ്ഞ ദിവസം എൻ്റെ അമ്മയോട് എനിക്ക് കള്ളം പറയാൻ ഇടയായി. അങ്ങനെ ആരെങ്കിലും നിങ്ങളോട് ഒന്ന് പറഞ്ഞിട്ടുണ്ടോ? പറഞ്ഞിട്ടുണ്ടോ? ചിലർ കാണുമായിരിക്കാം, പക്ഷേങ്കിൽ ഭൂരിഭാഗം ആൾക്കാരും പറഞ്ഞിട്ടില്ല. എല്ലാവരും നമ്മൾ മാക്സിമം നമ്മളെ പൊതിഞ്ഞ് കവർ ചെയ്ത് നിൽക്കാനേ നമ്മൾ ആഗ്രഹിക്കത്തുള്ളൂ. പക്ഷെങ്കിൽ കൂട്ടുകാരെ, നമ്മൾ എത്ര ചിരിച്ച് കളിച്ചെന്ന് പറഞ്ഞാലും, എത്ര നല്ല വസ്ത്രങ്ങളിട്ട് നല്ല പെർഫ്യൂമൊക്കെ അടിച്ച് ഇവിടെ വന്നിരുന്നെന്ന് പറഞ്ഞാലും, ചിലർ കൈ അടിക്കും. ചിലർ കൈ അടിക്കുന്നതും തുള്ളിച്ചാടുന്നതും പാപമാണെന്ന് പറഞ്ഞ് ഏകാഗ്രതയോടിരിക്കുന്നവരൊക്കെ ഉണ്ട്. കൂട്ടുകാരെ, നമ്മൾ ഏത് നിലയിലിരുന്നാലും നമ്മുടെ ഉള്ളം അറിയുന്നത് ആരാണ്? എത്ര വില കൂടിയ ഡ്രസ്സ് ഇട്ട് ഇവിടെ വന്നിരുന്നെന്ന് പറഞ്ഞാലും, എത്ര വലിയ കാറേ വന്നെന്ന് പറഞ്ഞാലും, എത്ര വലിയ വീടുണ്ടെന്ന് പറഞ്ഞാലും, നമ്മൾ പുട്ടിയും ഡ്രസ്സും എല്ലാം ഇട്ട് റെഡി ആയിട്ട് ഇവിടെ വന്നിരുന്ന് നമ്മളെ അറിയുന്നത് ആരാ മുഴുവനായിട്ട്? ദൈവമാണ്. നമ്മുടെ ചീത്ത സ്വഭാവം ആർക്കറിയാം? കൂട്ടുകാരോടാണ് പറയുന്നത്. ആർക്കറിയാം? നല്ല സ്വഭാവം ആർക്കറിയാം? ദൈവത്തിനറിയാം. ഈ ദൈവത്തോട് നമുക്ക് എന്ത് കാര്യം വേണമെങ്കിലും ഈ ദൈവത്തോട് നമുക്ക് പറയാം. എന്ത് വേണമെങ്കിലും പറയാം. ജീവിതത്തിൽ നമുക്കെപ്പോഴും സന്തോഷമായിരിക്കത്തില്ല. ജീവിതത്തിൽ താഴ്ചകൾ വരാം, ഉയർച്ചകൾ വരാം. ഞാൻ ഇന്നലെ പോയ ഒരു ക്യാമ്പിൽ ഞാൻ പറഞ്ഞൊരു കാര്യം, എൻ്റെ ഒരു അനുഭവമാണ്. ഒരു ചെറിയൊരു കാര്യമാണ്. ഞാൻ ഏറ്റവും അധികം സ്നേഹിക്കുന്ന ഒരു വ്യക്തി എന്നോട് എൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞൊരു വാക്കാണ്, വല്ല വാഴപ്പിണ്ടി വല്ലവായിരുന്നു ഇവനെ അന്ന് വെട്ടിക്കളയാമായിരുന്നു. ഞാൻ 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഞാൻ കേട്ട വാക്കാണ്. അന്ന് ഞാനും ചിന്തിച്ചൊരു കാര്യം, ശരിയാണ്, ഞാൻ എന്തിനാണ് ജീവിക്കുന്നത്? ഒരു പ്രയോജനമില്ല, വീട്ടുകാർക്ക് പ്രയോജനമില്ല, നാട്ടുകാർക്ക് പ്രയോജനമില്ല, ഒന്നിനും ഒരു പ്രയോജനമില്ല. അങ്ങനെ ഒരു അനുഭവം, അങ്ങനെ ഒരു ചിന്ത ആ സമയത്ത് എൻ്റെ മനസ്സിലേക്ക് ഓടി വരുവാനിടയായി തീർന്നു. ഇന്നിവിടെ ഇരിക്കുന്ന എന്നെ അതിവിടെ പറയിപ്പിച്ചെങ്കിൽ, ഇവിടെ ഇരിക്കുന്ന കൂട്ടുകാരിൽ ആരെങ്കിലുമൊക്കെ നിങ്ങളുടെ ഹൃദയത്തിൽ ഏതെങ്കിലും സാഹചര്യത്തിൽ അങ്ങനൊരു ചോദ്യചിഹ്നം വന്നിട്ടുണ്ടെങ്കിൽ, അങ്ങനൊരു ചോദ്യചിഹ്നം പ്രശ്നങ്ങളുടെ മുൻപിലും കുറ്റപ്പെടുത്തലുകളുടെ മുമ്പിലും മാറ്റി നിർത്തുന്ന, അവഗണിക്കപ്പെടുന്ന ചില സമയങ്ങളിലും ഞാൻ എന്തിനാ ഇനി ഇവിടെ എന്ന് ചോദിക്കുന്നവരോട് എനിക്ക് പറയാൻ പറ്റും, ഇന്ന് നിങ്ങളുടെ മുമ്പിൽ ഇങ്ങനെ ഒരാളായി വന്നു നിന്ന് പാടാൻ ദൈവം ഒരു കൃപ തന്ന അന്നേ ദൈവം എന്നെ കണ്ടിട്ടുണ്ട്. ഈ അനുഭവത്തിലൂടെ ഞാൻ കടന്നു പോയത് കൊണ്ടാണ് എൻ്റെ ദൈവം എന്നെ ഇന്നിവിടെ കൊണ്ടെത്തിച്ചത്. കൂട്ടുകാരെ, ഞാൻ ദുഃഖം അനുഭവിച്ചറിഞ്ഞിട്ടുണ്ട്. ദാരിദ്ര്യം എന്താണെന്ന് എനിക്കറിയാം, കഷ്ടതകൾ എന്താണെന്ന് എനിക്കറിയാം, ഇല്ലായ്മകൾ എന്താണെന്ന് ഇതെല്ലാം എനിക്കറിയാം. അപ്പം നമ്മളെല്ലാവരും പല സിറ്റുവേഷനിലൂടെ കടന്നു പോയതാണ്. പക്ഷേ നമ്മുടെ ഏത് ആവശ്യവും പറയാൻ പറ്റുന്ന ആരുടെ അടുക്കലാണ്? ഉറക്കെ പറ, ആരുടെ അടുക്കലാണ്? ദൈവത്തിൻ്റെ അടുക്കലാണ്. ഓക്കെ, ഒരു പാട്ട് ഇങ്ങനുണ്ട്. ചങ്ങാതിയായി ഉള്ളിലെന്നും സ്നേഹിക്കും നിന്നെ ഞാനെന്നും ഇന്നും, ചങ്ങാതിയായി ഉള്ളിലെന്നും സ്നേഹിക്കും നിന്നെ ഞാനെന്നും ഇന്നും. അടുത്തതാണ്, പ്രശ്നങ്ങൾക്കെല്ലാം പരിഹാരിയായി ഉത്തരം തരുവാൻ ഓടിയെത്തി. പ്രശ്നങ്ങൾക്കെല്ലാം പരിഹാരിയായി ഉത്തരം തരുവാൻ
ഉത്തരം തരുവാൻ ഓടിയെത്തി. ഒന്ന് പറയുമോ? പ്രശ്നങ്ങൾക്കെല്ലാം പരിഹാരിയായി നിനക്കുത്തരം തരുവാൻ ഓടിയെത്തി. ഒരു നിമിഷം ആ കണ്ണുകളെയൊക്കെ നടച്ച് നിങ്ങൾക്ക് എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടോ ഒരു നിമിഷം അതൊന്ന് ചിന്തിച്ച്, കർത്താവേ, മറ്റുള്ളവരോട് ഷെയർ ചെയ്യാൻ പറ്റാത്ത പല ഭാരങ്ങളും എൻ്റെ ഹൃദയത്തിലുണ്ട്. എൻ്റെ ഈ ചെറുപ്രായത്തിൽ ആർക്കും മനസ്സിലാക്കാൻ പറ്റുന്ന ചിലപ്പം ഇല്ലായ്മകളായിരിക്കാം, ചിലപ്പം ബുദ്ധിമുട്ടുകളായിരിക്കാം, മറ്റുള്ളവരോട് ഷെയർ ചെയ്യാൻ പറ്റാത്ത ഒരുപാട് കാര്യം. മാതാപിതാക്കൾ ഇവിടെ ഇരിക്കുന്നുണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ കുഞ്ഞുങ്ങളെ പറ്റിയുള്ള ആകുലതകളായിരിക്കാം. നാളെ എന്തായി തീരും? എനിക്ക് എൻ്റെ മാതാപിതാക്കളുടെ വേദനകൾ അറിയാം. ഒരു സമയങ്ങളിൽ അവരൊത്തിരി വേദനിച്ചിട്ടുണ്ട്. ഈ 4 മക്കളെ ഞങ്ങൾ എങ്ങനെ വളർത്തും? സാധുക്കളായ എൻ്റെ മാതാപിതാക്കൾ വേദനിച്ചിട്ടുണ്ട്. ഇന്നിവിടെ ഇരിക്കുന്ന മാതാപിതാക്കളെ നിങ്ങളോട് നമ്മൾ പാടിയതുപോലെ പ്രശ്നങ്ങൾക്കെല്ലാം പരിഹാരം തരുവാൻ യേശു നിങ്ങളുടെ അരികിലുണ്ട് കേട്ടോ. കുഞ്ഞെ, യേശു നിൻ്റെ അടുത്തിരിപ്പുണ്ട്. ഈ ഒരു സ്നേഹിതർ, കൂട്ടുകാരൻ നിൻ്റെ അടുത്തിരിക്കുന്നത് പോലെ യേശു നിങ്ങളുടെ അടുത്തിരിപ്പുണ്ട്. നിങ്ങൾക്ക് യേശുവിനോട് പറയേണ്ട കാര്യങ്ങൾ പറയാം. കരയണമെങ്കിൽ കരയാം, നിലവിളിക്കണമെങ്കിൽ നിലവിളിക്കാം, യേശുവേന്നൊന്ന് ഉറക്ക വിളിക്കണമെങ്കിൽ ഉറക്ക വിളിക്കാം. തീർച്ചയായിട്ടും യേശു നിങ്ങളുടെ അരികിലുണ്ട്. യേശു നിങ്ങളുടെ അരികിലുണ്ട്. യേശു നിങ്ങളുടെ അരികിലുണ്ട്. ആ കരങ്ങളെല്ലാം സ്വർഗത്തിലേക്ക് ഉയർത്തി ഒന്ന് വിളിച്ച് യേശുവേന്നൊന്ന് വിളിച്ച് പ്രശ്നങ്ങൾക്കെല്ലാം പരിഹാരം തരുവാൻ യേശു നിങ്ങളുടെ അരികിലുണ്ട്. ഉത്തരം തരുവാൻ യേശു നിങ്ങളുടെ അരികിലുണ്ട്. ലോകത്തിലെ ഒരു മനുഷ്യനും നടത്താൻ പറ്റാത്തത്, ലോകത്തിലെ ഒരു മനുഷ്യനും ചെയ്യാൻ പറ്റാത്ത കാര്യം നിന്റെ ലൈഫിൽ ചെയ്യുവാൻ, നിന്റെ ജീവിതത്തെ തന്നെ തിരിച്ചു മറിക്കുവാൻ ഈ ദൈവത്തിന് പറ്റും. പ്രശ്നങ്ങൾക്കെല്ലാം പരിഹാരിയായി ഉത്തരം തരുവാൻ ഓടിയെത്തി. ചേർന്നൊന്ന് പാടാ. പ്രശ്നങ്ങൾക്കെല്ലാം പരിഹാരിയായി യേശു മാത്രമാണ്. ഉത്തരം തരുവാൻ ഓടിയെത്തി. ചേർന്ന് പറയാം. പ്രശ്നങ്ങൾക്കെല്ലാം പരിഹാരിയായി, പരിഹാരിയായി ഉത്തരം തരുവാൻ ഓടിയെത്തി. ചേർന്ന് പറഞ്ഞേ. എൻ ജീവനാ. ആ വരികളൊന്ന് ചേർന്ന് പറയാം. എൻ ജീവനാ, എൻ ജീവനാ, എൻ യേശുവേ, എൻ യേശുവേ. എല്ലാം ചൊല്ലാം മടികൂടാതെന്നും സഖിയാണൻ യേശുവല്ലോ. എല്ലാം ചൊല്ലാം, എല്ലാം ചൊല്ലാം മടികൂടാതെന്നും സഖിയാണൻ യേശുവല്ലോ. കൂട്ടുകാരെ, നമുക്ക് ഈ വരി ഒരിക്കൽ കൂടെ ഒന്ന് പാടാം. കൂട്ടുകാരെ, നമുക്ക് ഒന്നിച്ച് നമുക്കൊന്ന് പാടാം. ഹല്ലേലൂയ. എല്ലാം ചൊല്ലാം മടികൂടാതെന്നും സഖിയാണൻ യേശുവല്ലോ. ഒന്ന് ഉറക്കെ പാടാം. എല്ലാം ചൊല്ലാം, എല്ലാം ചൊല്ലാം മടികൂടാതെന്നും സഖിയാണൻ യേശുവല്ലോ. കുറച്ചുകൂടെ ഉറക്കെ ഒന്ന് പാടാം. എല്ലാം ചൊല്ലാം, എല്ലാം ചൊല്ലാം മടികൂടാതെന്നും സഖിയാണൻ യേശുവൽ. പ്രശ്നങ്ങൾക്കെല്ലാം
പ്രശ്നങ്ങൾക്കെല്ലാം പരിഹാരിയായി, ഉറക്കെ പരിഹാരിയായി ഉത്തരം തരുവാൻ, ഉത്തരം ഓടിയെത്തി ഓടിയെത്തി. പ്രശ്നങ്ങൾക്കെല്ലാം ചേർന്ന് പറയാൻ, പ്രശ്നങ്ങൾക്കെല്ലാം പരിഹാരിയായി, ഓ പരിഹാരിയായി ഉത്തരം തരുവാൻ, ഉത്തരം ഓടിയെത്തി. യാഹേ അങ്ങെന്നുമെൻ ദൈവം, തലമുറ തലമുറയാ. യാഹേ അങ്ങെന്റെ സങ്കേതം, ഓ തലമുറ തലമുറയാ. നീ മയങ്ങുകില്ല, നീ മയങ്ങുകില്ല, നീ ഇസ്രായേലിൻ പരിപാലകൻ താൻ. നീ മയങ്ങുകില്ല, നീ ഉറങ്ങുകില്ല, ഇസ്രായേലിൻ പരിപാലകൻ താൻ. ഭയമോ ഇനി എന്നിൽ, എൻ ഭാവിയെല്ലാം താതൻ. നിരാശ ഇനി എന്നെ തൊടുകയില്ല, പ്രത്യാശയാൽ അനുദിനം. ഹല്ലേലൂയ. ഭയമോ ഭയമോ ഇനി എന്നിൽ എൻ ഭാവിയെല്ലാം താതൻ. നിരാശ ഇനി എന്നെ തൊടുകയില്ല, പ്രത്യാശയാൽ അനുദിനം വർദ്ധിക്കും. ആ കരങ്ങളെല്ലാം ഉയർത്തി ചേർന്ന് വിളിക്കാം, യാഹേ ദൈവം. തലമുറ തലമുറയാ, തലമുറ തലമുറയാ. യാഹേ അങ്ങന്റെ സങ്കേതം, ഓ തലമുറ തലമുറയാ. നീ മയങ്ങുകില്ല, നീ മയങ്ങുകില്ല, നീ ഉറങ്ങുകില്ല, ഇസ്രായേലിൻ പരിപാലകൻ താൻ. നീ മയങ്ങുകില്ല, നീ ഉറങ്ങുകില്ല, ഇസ്രായേലിൻ പരിപാലകൻ. പ്രിയ മക്കളെ, നമുക്ക് ക്ഷീണം വരുമ്പോൾ നമ്മൾ ഉറങ്ങാറുണ്ട്, നമ്മൾ മയങ്ങാറുണ്ട്. പക്ഷേ പലപ്പോഴും വലിയ വലിയ വിഷയങ്ങൾ മനസ്സിൽ വ്യാകുലപ്പെട്ടും ഭാരപ്പെട്ടും നമ്മൾ പലപ്പോഴും കിടന്നുറങ്ങാറുണ്ട്. പക്ഷെ ഇന്ന് നമ്മൾ പാടിയത് ഇസ്രായേലിൻ്റെ പരിപാലകൻ, അവൻ മയങ്ങുന്നില്ല, ഉറങ്ങുന്നില്ല. എത്ര വലിയ പ്രതിസന്ധിയുടെ നടുവിൽ നമ്മൾ നിന്നെന്ന് പറഞ്ഞാലും, ആരൊക്കെ കൈവിട്ടെന്ന് പറഞ്ഞാലും, ഈ സർവശക്തനാ ദൈവം ഒരു നാൾ നമ്മളെ കൈവിടത്തില്ല. അല്പസമയം വായികളെ തുറന്നൊന്ന് കർത്താവിനെ ഒന്ന് സ്തുതിച്ച് തുടങ്ങാം. എല്ലാവർക്കും ഒരു നിമിഷം അതാസ്ഥാനങ്ങൾ എഴുന്നേറ്റ് നിന്ന് എല്ലാവർക്കും വായികളെ തുറന്ന് അല്പസമയം കർത്താവിനെ ഒന്ന് സ്തുതിച്ച് തുടങ്ങിയാട്ടെ. സ്തുതിക്ക് യോഗ്യനായ കർത്താവിനെ വായികളെ തുറന്ന്, കർത്താവേ നീ നല്ലവനാണ് കർത്താവ്, ഞങ്ങളുടെ ജീവിതത്തിൽ ഇത്ര ഉപകാരം ചെയ്ത് നന്ദിയുള്ള ഹൃദയത്തോടെ വായികളെല്ലാം തുറന്നു. ഓ റബശന്തരാധികന ബല റീഖന ബല റബന ബല 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 ശന്തരാധികന ബല. കർത്താവെ അങ്ങ് ഞങ്ങൾ സ്തുതിക്കുന്നു, കർത്താവെ അങ്ങ് ഞങ്ങൾ വാഴ്ത്തുന്നു. കർത്താവെ ഇസ്രായേലിൻ്റെ പരിപാലകൻ, അവൻ മയങ്ങുന്നില്ല, ഉറങ്ങുന്നില്ല. യേശുവിൻ്റെ നാമത്തിൽ എല്ലാ ഭാരങ്ങളും മാറട്ടെ, എല്ലാ മരണഭയങ്ങളും മാറട്ടെ, എല്ലാ ഭാവിയുടെ വ്യാകുലതകളും മാറട്ടെ. കുഞ്ഞുങ്ങളുടെ മേൽ ദൈവത്തിൻ്റെ സാന്നിധ്യം, ദൈവത്തിൻ്റെ സ്വാതന്ത്ര്യം കുഞ്ഞുങ്ങളുടെ മേൽ ചരിക്കട്ടെ. അല്പസമയം വായികളെ തുറന്ന് കർത്താവിനെ ഒന്ന് സ്തുതിക്കാം. ഓ റബ ശാരാന്ത റഖാ ബാബ റിബന ബല ബല ശംദരാധികന ബല റീഖന ബല റബന ബല. അന്യഭാഷകളിൽ അല്പസമയം കർത്താവിനെ ഒന്ന് സ്തുതിച്ച് തുടങ്ങിയാട്ടെ. കർത്താവെ അങ്ങ് മാത്രം സ്തുതികൾക്ക് യോഗ്യൻ, അങ്ങ് മാത്രം പുകഴ്ചയ്ക്കും യോഗ്യൻ. എല്ലാ നാമത്തിലും മേലായ നാമം അത് യേശു എന്ന നാമമാണ്. ഓ റബ ശാരാന്ത റഖാ ബാബ റിബന ബല റബന ബല 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 ശംദരാധികന ബല റീഖന ബല റബന ബല ബല ബല. ഓ
ഓ റിബന ബല ബല റബന ബല ബല ശേരാദര ഖബബ ബബ ബബ റിബന ബല 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 ശബ്ദരാദിഗന ബല റബന ബല 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 ഓ റിബ ബബ ബബ ശേരാദര ബല ബല റബന ബല ബല ശബ്ദരാദിഗന ബല റിഖന ബല റബന ബല 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 റബന ബല ബല ഓ റിബന ബല 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 ശേരാദര ഖബബ ബബ ബബ ഓ റഖബ ശരദര ഖബബ ബബ 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 തുണയെനിക്കേശുവേ കുറവിനിയില്ലതാ അനുദിനം തന്നിഴലിൻ കൊണ്ടുവരുന്ന ഒരു ദൈവം, എന്നെ ഉയർത്തുന്ന ദൈവം, എന്നെ മാനിക്കുന്ന ദൈവം, ഉയരങ്ങളിൽ എന്നെ എത്തിക്കുന്ന ദൈവം. അല്പസമയം അന്യഭാഷകളിൽ കർത്താവിനെ സ്തുതിക്കാം, ദൈവത്തെ മഹത്വപ്പെടുത്താം. ദൈവം മാത്രം ആരാധനയ്ക്ക് യോഗ്യൻ, യേശു കർത്താവ് മാത്രം സ്തുതികൾക്ക് യോഗ്യൻ. അല്പസമയം വായ്കളെ തുറന്ന് എല്ലാ ഭാരങ്ങളും മാറട്ടെ, എല്ലാ ഞെരുക്കങ്ങളും മാറട്ടെ, എല്ലാ ഇല്ലായ്മകളും മാറട്ടെ, എല്ലാ കുറവുകളും മാറട്ടെ, ദൈവ സാന്നിധ്യം ചലിക്കട്ടെ. ഓ റഖബ ശരദ റഖബ ബബ റിബന ബല 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 ശബ്ദരാദിഗന ബല റിഖന ബല റബന ബല ശേരാദ റഖ യേശുവിന്റെ നാമത്തിൽ ഓ റബന റബന ബല ബല ശബ്ദരാദിഗന ബല റിഖന ബല റബന ബല 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 ശേരാദ റഖബ നന്ദിയുള്ള ഹൃദയത്തോടെ റിബന ബല 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 ശബ്ദരാദിഗന ബല ഓ റിബന ബല ബല ശേരാദ റഖബ ബബ Oh, rabala bala 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 she, rikhaba ba 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 ba. Oh, ribana rabala mara khaba ba shara daba, ribana shamde rikhaba ba ba, ribana rabala mara khaba ba, shara dara bala mara bala ba, rikhaba ba ba, shara dara bala ba, rikhaba ba ba na mara bala ba, shamdara rabala mara ba. യേശുവിന്റെ നാമത്തിൽ പരിശുദ്ധാത്മാവേ അവിടുന്ന് ഞങ്ങളുടെ നടുവിൽ എഴുന്നള്ളണമേ. ഓ റബന ബല ബല ശബ്ദരാദിഗന ബല ഓ റബബ ശരദ ബല 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 റിഖബ ബബ ശരെ രെ രെ ഖബബെ റിബന ബല 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 ശബ്ദരാദിഗന ബല റിഖന ബല റബന ബല 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 ശരദ റഖ റിഖബ ബബ ബബ. Amen, 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 amen. Oh, Rababa Sharada Bala Baraka Baba, Ribana Rabala Baraka. Oh, Rabana 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 Ribana Rabana Shanderika Baba, Ribana Rabala Barabala Barabana. Oh, Rika Baba Sharada Raka Baba. Ribana Rabana 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 Shandara Raka Baba, Rika Baba Rabana Rabana Rabba, Ribana Shanderika Baba. Oh, Ribana Rabala Rabba. Oh, Rabana 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 Shandara Digana Bala, Rika Bala Rabana Bala 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 Rabana Bala. ദൈവ സാന്നിധ്യത്തോടെ പ്രതികരിച്ചു തുടങ്ങിയ ആട്ട്, ആ ദൈവ സാന്നിധ്യത്തോട് പ്രതികരിച്ചു തുടങ്ങിയ ആട്ട് റിഖന ബല റബന ബല ബല ശന്തരാദിഗന ബല ഓ റബന 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 റഖബബ റിബാന ശന്തേ റിഖബബ. ആരാധനയ്ക്ക് യോഗ്യനാകുന്നു മാത്രം, സ്തുതികൾക്ക് യോഗ്യനാകുന്നു മാത്രം. യേശുവേ ഞങ്ങൾ ആരാധിക്കുന്നപ്പാ. ഓ റബന ബല ബല റബന ബല ബല ശേരാദ റഖബബ റിബന ബല റബന ബല 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 ശബ്ദരാദിഗന ബല റിഖന ബല റബന ബല ബല. ഓ റബന ബല 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 ശേരാദ റഖബബ റിബന ബല 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 ശബ്ദരാദിഗന ബല റിഖന ബല റബന ബല ബല ശേരാദ റഖബബ. നാം ചേർന്ന് പാടിയതുപോലെ നമ്മുടെ വലത്തും ഇടത്തും 10,000 ചിലപ്പോൾ വീണെന്ന് വരും.
വലത്തും ഇടത്തും 10,000 വീണെന്നു വരും, പക്ഷെ നീ വീഴുവാൻ തമ്പുരാൻ സമ്മതിക്കത്തില്ല. എത്ര പേര് അത് അവരുടെ വീട്ടിൽ ഇത് നടന്നു, ഇവരുടെ വീട്ടിൽ ഇത് നടന്നു, അവരുടെ വീട്ടിൽ അങ്ങനെ നടന്നു, ഇങ്ങനെ നടന്നു. നമ്മുടെ വീട്ടിൽ നടക്കുമോ? നടക്കത്തില്ല. യേശുവിൻ്റെ നാമത്തിൽ കുഞ്ഞാടിൻ്റെ രക്തം തളിച്ച ഒരു ഭവനത്തിലും സംഹാരകൻ കയറി ഇറങ്ങുവാൻ ദൈവം സമ്മതിക്കത്തില്ല. കൂട്ടുകാരെ, നമ്മളൊന്ന് പറയാം, നമ്മുടെ ലൈഫിൽ എന്തെങ്കിലും നടക്കുന്നുണ്ടെങ്കിൽ അത് ദൈവം പറഞ്ഞിട്ടാണ് നടക്കുന്നത്. ജീവിതത്തിൽ ഒരു തോൽവി വന്നെങ്കിൽ അത് ദൈവം പറഞ്ഞിട്ടാണ് നടന്നത്. പിശാചേ, നിനക്കതിൽ അവകാശമില്ല, അധികാരമില്ല. എൻ്റെ ദൈവം പറയാതെ ഒരു കാര്യവും എൻ്റെ ലൈഫിൽ നടക്കത്തില്ലെന്ന് എത്ര പേർ ഇന്ന് പകലിൽ ഉറപ്പോടെ പറയും? അവൻ്റെ വെല്ലുവിളികളുടെ മുമ്പിൽ, അവൻ്റെ ചോദ്യചിഹ്നങ്ങളുടെ മുമ്പിൽ പകച്ചു നിൽപ്പാനല്ല കർത്താവ് ആഗ്രഹിക്കുന്നത്. എൻ്റെ ഉയർച്ചയിലും താഴ്ചയിലും എന്നെ വിട്ടുമാറാത്ത ഒരു ദൈവ സാന്നിധ്യം ഉണ്ടെന്ന് എത്ര പേര് തിരിച്ചറിയുന്നുണ്ട്? എൻ പ്രേമഗീതമാ എന്നേശുനാഥാ നീ എൻ ജീവനേ കാളും നീ വലിയതാണെനിക്ക്. എന്റെ ജീവനേക്കാൾ, എൻ ജീവനേ കാളും നീ വലിയത. ഇരു കരങ്ങളെയും സ്വർഗത്തിലേക്ക് ഒന്ന് ഉയർത്തി പാടാം നമുക്ക്. ആരാധന കർത്താവിന് മാത്രം. ആരാധന, ആരാധന, ആരാധന. ഓ യേശുവിനാരാധന, ആരാധന, ആരാധന, ആരാധന. ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് ഞാൻ എൻ്റെ ഈ സെക്ഷൻ വൈൻഡപ്പ് ചെയ്യാൻ പോകുന്നു. നമുക്ക് ഈ ലോകത്തിൽ മുമ്പേ നമ്മൾ പറഞ്ഞതുപോലെ ഒരുപാട് നന്മകൾ ലഭിക്കും, ഒരുപാട് അനുഗ്രഹങ്ങൾ ലഭിക്കും. കൂട്ടുകാരെ, നമ്മൾ മറന്നു പോകുന്ന ഒരു കാര്യമുണ്ട്. നമ്മൾ കർത്താവിനെ ആരാധിക്കുന്നുണ്ട്, സ്തുതിക്കുന്നുണ്ട്, മഹത്വപ്പെടുത്തുന്നുണ്ട്. എത്ര പേർക്ക് ഈ കർത്താവ് പെട്ടെന്ന് തന്നെ വരുമെന്ന് എത്ര പേർക്കൊരു ഉറപ്പുണ്ട്? എത്ര പേർക്ക് പ്രത്യാശയുണ്ട്? നമ്മൾ ഈ ആരാധിക്കുന്ന ദൈവം, നമ്മൾ സ്തുതിക്കുന്ന കർത്താവ്, കൂട്ടുകാരെ, ഈ കർത്താവ് വരും കേട്ടോ. ഈ കർത്താവ് വരും. ഈ കർത്താവ് നമ്മളെ ചേർക്കാനായിട്ട് വേഗം വരും. എത്ര പേർക്ക് ഒരു പ്രത്യാശയുണ്ട്? പാട്ടുകാരൻ ഇങ്ങനെ പാടുന്നുണ്ട്. പൂർവ പിതാക്കള അപ്പോസ്തോലർ ദൂരാവേ ദർശിച്ചി ഭാഗ്യദേശം ആകയ ഛേദമെന്നെണ്ണി ലാഭം അന്യരെന്നെണ്ണി. അതുകൊണ്ട് ചേർന്ന് പാടാം. യാത്ര ചെയ്യും, യാത്ര ചെയ്യോ ഞാൻ ക്രൂശെ നോക്കി, യുദ്ധം ചെയ്യും ഞാൻ ജീവൻ വച്ചിടും രക്ഷകനാ. അന്ത്യശ്വാസം ജീവൻ വച്ചിടും, ജീവൻ ഓ രക്ഷകനാ. അന്ത്യശ്വാസം വരെയും അമ്മുയെന്നേക്കും വേർപിരിയാതെ ക്രിസ്തുവിൻ കൂടെ പാർക്കും നമ്മളെല്ലാം. അടുത്തിരിക്കുന്നവരുടെ കരങ്ങളെ ഒന്ന് ചേർത്ത് പിടിച്ച്, അടുത്തിരിക്കുന്നവരുടെ കരങ്ങളെ ഒന്ന് ചേർത്ത് പിടിച്ച് ഒരു മിനിറ്റും കൊണ്ട് നമ്മളിപ്പോൾ ഇത് ക്ലോസ് ചെയ്യും. ഒന്ന് മുഖത്തോട്ട് നോക്കിയിട്ട് പറഞ്ഞേ, നമ്മൾ ഒന്നിച്ച് നിത്യതയിൽ കാണണം. ഒന്ന് പറഞ്ഞേ, നമുക്ക് ഒന്നിച്ച് നിത്യതയിൽ കാണണം. നീ കൈവിടപ്പെട്ടു പോകല്ലേ എന്നൊന്ന് പറഞ്ഞേ. ഞാൻ കൈവിടപ്പെട്ടു പോകല്ലേ, നമ്മൾ കൈവിടപ്പെട്ടു പോകല്ലേ, നമ്മളെല്ലാവരും നിത്യതയിൽ കാണണമെന്നൊന്ന് പറഞ്ഞേ. മുഖത്തോട്ട് മുഖം നോക്കിയൊന്ന് പറഞ്ഞേ. നിങ്ങളൊന്ന് പറഞ്ഞേ, നമ്മൾ നിത്യതയിൽ കാണാം. യേശുവിൻ്റെ കൂടെ നമുക്ക് കാണണം കേട്ടോ.
നമ്മൾ പോകല്ലേ, നമ്മൾ കൈവിടപ്പെട്ടു പോകല്ല, ആരും കൈവിടപ്പെട്ടു പോകല്ലേ. അന്നു എന്നേക്കും വേർപിരിയാതെ ക്രിസ്തുവിൻ കൂടെ പാർക്കും നമ്മൾ. ഓ വേഗം ചേർന്നിടും ഭംഗിയേറിയ ആ തീരത്ത്. വേഗം ചേർന്നിടും ഭംഗിയേറിയ ആ തീരത്ത്. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നമ്മൾ പാടിയതുപോലെ ഇന്ന് നമ്മൾ കണ്ടിട്ട് ഇവിടുന്ന് പോകുന്നു. ഒരു പക്ഷെങ്കിൽ അടുത്ത് നിൽക്കുന്ന നമ്മൾ ഓരോരുത്തരും, നമ്മൾ ഏത് സമയം, സഭാപ്രസംഗയുടെ ഭാഷയിൽ പറഞ്ഞാൽ ഇതെല്ലാം മായയാണ്, ഈ കാണുന്നതൊക്കെ മായയാണ്. അടുത്ത് നിൽക്കുന്നവരെ, എടുത്ത് നിൽക്കുന്നവർ ഒരു പക്ഷെങ്കിൽ നമുക്ക് നാളെ കണ്ടെന്ന് വരത്തില്ല. പക്ഷെ നമ്മൾ ഇവിടുന്ന് പോകുമ്പോൾ നമുക്കൊരു പ്രത്യാശ ഉണ്ടായിരിക്കണം. നമ്മൾ എവിടെ പോയാലും നമ്മുടെ ഓട്ടം അവസാനിക്കുമ്പോൾ അതങ്ങ് അവിടെ നമ്മൾ എത്തിച്ചേരണം. കൂട്ടുകാരെ, നമ്മുടെ ജീവിതം വെറുതെ ആയി തീരല്ലേ. യേശു കർത്താവ് നമുക്ക് വേണ്ടി കാത്തിരിക്കുന്നുണ്ട്. ആ നിത്യഭവനത്തിനായി നമുക്ക് ലഭിക്കുന്ന ആയുസ്, നിത്യഭവനത്തിനായി നമുക്ക് ഓടാം. ഒരിക്കൽ കൂടി പറയുന്നു, യേശു കർത്താവ് നമുക്ക് വേണ്ടി കാത്തു നിൽപ്പുണ്ട്. ഒന്നെങ്കിൽ നമ്മൾ അങ്ങോട്ട് പോവും, അല്ലെ നമ്മളെ വിളിക്കാൻ കർത്താവ് ഇങ്ങോട്ട് വരും. പ്രത്യാശയോടെ നമുക്ക് ദൈവം നമ്മളെ സഹായിക്കുമാറാട്ടെ. ഈ ക്യാമ്പ് നിങ്ങളുടെ ജീവിതത്തിൽ ഒത്തിരി അനുഗ്രഹമാകട്ടെ. പ്രത്യേകിച്ച് എന്നെ ഈ ക്യാമ്പിലേക്ക് വിളിച്ചതിന് ഒരുപാട് നന്ദിയുണ്ട്. ഇത്രയും മനോഹരമായ കുഞ്ഞുങ്ങളെ കാണുവാനും അവരോടൊപ്പം കുറച്ച് സമയം സ്പെൻഡ് ചെയ്യുവാനും എൻ്റെ ജീവിതത്തിൽ ദൈവം നൽകിയ വലിയൊരു അവസരത്തിന് നന്ദിയുള്ള ഹൃദയത്തോടെ എൻ്റെ കർത്താവിനെ ഞാൻ സ്തുതിക്കുന്നു.